അതേ പ്രകാരം തന്നെ ഈ മുഹറം മാസത്തിലും അത്തരത്തിൽ ചീത്ത ആചാരങ്ങൾ കടന്നുകൂടുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. നമുക്കറിയാം നല്ല നല്ല ദിവസങ്ങളിൽ ചീത്ത പ്രവർത്തനങ്ങളും സജീവമായി ഉണ്ടാവാറുണ്ട്. അതേ പ്രകാരമുള്ളൊരു കാര്യമാണ് മുഹറം മാസത്തിലുമുള്ളത്. മുഹറം മാസത്തിൽ ചില ആളുകൾ നല്ല കാര്യങ്ങളൊന്നും അതിൽ ചെയ്യാൻ വേണ്ടി അനുവദിക്കില്ല. വിവാഹം അതുപോലെയുള്ള നല്ല കാര്യങ്ങൾ എന്തെങ്കിലും ഈ മുഹറം മാസം അങ്ങോട്ട് കഴിഞ്ഞോട്ടെ, സഫർ അങ്ങോട്ട് കഴിഞ്ഞോട്ടെ. സഫറിലും പറയുന്ന ആളുകളുണ്ട്. സഫറിനെ കുറിച്ച് നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തതാണ്. അപ്പോൾ മുഹറം മാസത്തിൽ നല്ല കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അതൊക്കെ യഥാർത്ഥത്തിൽ തെറ്റാണ്. മുഹറം മാസം എന്നുള്ളത് ആ മാസം ഒന്നായിട്ട് നെഹ്സാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ, ചില ദിവസങ്ങളുണ്ട്, അത് ഇമാം ഷാലിയാത്തിമിനെ പോലെയുള്ള ആളുകൾ ചില ദിവസങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്, അത് ശരിയാണ്. പക്ഷേ ഇത് ആ മാസം ഒന്നടങ്കം ഒന്നിനും കൊള്ളാത്തതാണ്, അതിലൊരു സൽക്കർമ്മവും ചെയ്യാൻ പാടില്ല, നല്ല കാര്യങ്ങളൊന്നും ഇതിൽ ചെയ്യാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകൾ, അത് തികച്ചും തെറ്റാണ്, അന്ധവിശ്വാസമാണ്. മുഹറം മാസം വളരെ നല്ല മാസമാണ്, നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയ മാസം തന്നെയാണ്. പക്ഷേ മുൻഗാമികളായ ആളുകൾ ഇബാദത്തുകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി നിസ്കാരവും മറ്റ് നോമ്പ് പോലെയുള്ള പല കാര്യങ്ങളും ഖിറാഅത്തുൽ ഖുർആൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ ഈ വിവാഹം പോലെയുള്ള കാര്യങ്ങൾ മാറ്റി വെച്ചു എന്നുള്ള വസ്തുതയാണ്. എന്ന് കരുതി അതൊന്നും ഈ മാസത്തിൽ പാടില്ല എന്നല്ല. അങ്ങനെയാണ് ചില ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ മാസത്തിൽ ഒന്നും ചെയ്യാൻ പാടില്ല എന്നാണ്. യഥാർത്ഥത്തിൽ അവർ ഒരുപാട് ഇബാദത്തുകൾ വർദ്ധിപ്പിക്കാൻ, അത് തടസ്സമാവാതിരിക്കാൻ വേണ്ടി കാര്യങ്ങൾ കുറച്ച് അപ്പുറത്തേക്ക് മാറ്റി വെച്ചു എന്ന് മാത്രം. അതാണ് ഒരു കാര്യം. അതേ പ്രകാരം മറ്റൊരു കാര്യമാണ് ഈ മുഹറം 10 എന്നൊരു പ്രത്യേക നിസ്കാരം. സുന്നത്ത് നിസ്കാരം ഏത് സമയത്തും സുന്നത്ത് തന്നെയാണ്, അത് ഏത് സമയത്തും വേണമെങ്കിൽ നിസ്കരിക്കുക. പക്ഷേ മുഹറം 10 എന്നൊരു 4 റക്അത്ത്, അതുപോലെ തന്നെ അത് ഒരുപാട് 10 റക്അത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു പ്രത്യേക നിസ്കാരം നിസ്കരിക്കുന്നവരുണ്ട്. മൗലൂ ആയ കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഹദീസുകളാണ് അതിനെ സംബന്ധിച്ച് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഹദീസുകൾ കണ്ടതിൻ്റെ പേരിൽ ഇങ്ങനെ ചില നിസ്കാരം നിസ്കരിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ അത് ബിദഅത്താണ്, ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്തതാണ്. നിസ്കാരം നല്ല തന്നെയാണ്, ഏത് സമയത്ത് നമുക്ക് സുന്നത്ത് നിസ്കാരം നിസ്കരിക്കുക. പക്ഷേ ഇങ്ങനെ മുഹറം 10 നിസ്കാരം എന്നിട്ടൊരു നിസ്കാരം, അങ്ങനെ ഒരു നിസ്കാരം ഇല്ല, അത് നിസ്കരിക്കാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ മേൽ വന്ന ഹദീസുകളൊക്കെ കെട്ടിച്ചമച്ച ആളുകൾ ഉണ്ടാക്കിയിട്ടുള്ള ഹദീസുകളാണ്. അതനുസരിച്ചിട്ടൊന്നും നമുക്ക് അമൽ ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രത്യേക നിസ്കാരമൊന്നുമില്ല. മൊത്തത്തിൽ നമുക്ക് നിസ്കാരം ഏത് ദിവസവും വേണമെങ്കിലും സുന്നത്ത് നിസ്കാരം എത്രയും വർദ്ധിപ്പിക്കാം, ഏത് അമലുകൾ ചെയ്യാം, ഖുർആൻ ഓതാം, എല്ലാ നല്ല കാര്യങ്ങൾ ചെയ്യാം, പ്രത്യേകിച്ച് ഈ പുണ്യമായ മാസത്തിൽ ചെയ്യാം. പക്ഷേ മുഹറം 10 ഒരു പ്രത്യേക നിസ്കാരം എന്ന രൂപത്തിലുള്ളൊരു നിസ്കാരം ഇല്ല എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക. അള്ളാഹു ഉപകാരപ്രദമായ അറിവുകൾ നമുക്ക് വർദ്ധിപ്പിച്ചു തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.